Once again, a warm welcome to Join PSK Tele classes. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? വെക്ടർ അഡീഷൻ അല്ലേ പറഞ്ഞത്? വെക്ടർ അഡീഷൻ. അതിൽ തന്നെ നമ്മൾ പാരലോഗ്രാം മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്സ് എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ നമ്മൾ ലോ ഓഫ് കൊസൈൻ പഠിച്ചു. എന്താ ലോ ഓഫ് കൊസൈൻ? റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതുപോലെ തന്നെ നമ്മളെന്ത് കണ്ടു? സ്ലോപ്പ് കണ്ടു. സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻ്റ് ഇക്വേഷൻ ഓർമ്മയില്ലേ? ടാൻ ആൽഫ ഈക്വൽ ടു. അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? നമ്മൾ ലോ ഓഫ് സൈൻ ഡിറൈവ് ചെയ്തു. ലോ ഓഫ് സൈനൊക്കെ ഭയങ്കര അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കതൊരു കാര്യം ചെയ്യാം, ഈ ചാപ്റ്റർ അവസാനിക്കാറാകുമ്പോൾ നമുക്ക് കുറേ ആ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം കേട്ടോ. നൗ നമുക്കൊരു ചെറിയൊരു തിയറി കൂടെ പഠിക്കാനുണ്ട്, വെക്ടർ സബ്ട്രാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ അഡീഷൻ പഠിച്ചിട്ടുണ്ട്. ഈ അഡീഷനിൽ ഉപയോഗിച്ച ആ മെത്തേഡ് തന്നെ മതി നമുക്ക് സബ്ട്രാക്ഷനും. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ ഡെറിവേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യെസ്, നോക്കാം. പാരലോഗ്രാം മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ സബ്ട്രാക്ഷനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, നോക്കൂ. എ ഈസ് എ വെക്ടർ. നോക്കൂ, എ ഈസ് എ വെക്ടർ, ബി ഈസ് എ വെക്ടർ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം, ദെൻ ദിസ് ലൈൻ റെപ്രസെൻറ്റ് റിസൾട്ടൻ്റ് ആർ. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. റിസൾട്ടൻ്റ് ആർ ഈക്വൽ എന്തായിരുന്നു ഇക്വേഷൻ? ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇനി ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലോ? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് പറയൂ. റൂട്ട് ഓഫ് എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഡൗട്ടില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു. ഇനി സബ്ട്രാക്ട് ചെയ്യണം നമുക്കല്ലേ. സബ്ട്രാക്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഐ വാണ്ട് ടു ഫൈൻഡ് വൺ വെക്ടർ എ മൈനസ് വെക്ടർ ബി കാണണം. വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഓക്കെ, എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാം, ബിയിൽ നിന്ന് എയും മൈനസ് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഇതാ നിങ്ങൾ ചെയ്യേണ്ടത്, എ എന്ന് പറഞ്ഞ വെക്ടർ നോക്കൂ. ഇതാ ഇവിടേക്കല്ലേ ഉണ്ടായിരുന്നത്? ഇതാ എ, അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്യണം, ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല കേട്ടോ. ഒറിജിനിൽ നിന്നും എ എന്ന് പറഞ്ഞ വെക്ടർ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാ കണ്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ബി എന്ന് പറഞ്ഞ വെക്ടർ നോക്കൂ, ഇങ്ങോട്ടല്ലേ? ഓക്കെ, ഡയറക്ഷൻ മാറരുത്. നോക്കൂ, ഡോട്ടഡ് ലൈൻ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് അയാളുടെ നെഗറ്റീവ് വെക്ടർ എടുക്കണം. അതാണ്ടോ നെഗറ്റീവ് വെക്ടർ? ദിസ് ഈസ് മൈനസ് ബി. നമ്മൾ സെയിം ലെങ്ത്തിൽ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആരോ മാർക്ക് ഇട്ടാൽ ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് വെക്ടർ. കം ഓൺ, വാട്ട് ഈസ് ഇറ്റ്? നെഗറ്റീവ് വെക്ടർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കൂ, ഈ എ എന്ന് പറയുന്ന വെക്ടറും അതുപോലെ തന്നെ നമ്മുടെ ബി എന്ന് പറഞ്ഞ വെക്ടറും തമ്മിൽ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് എങ്ങനെയാ അറിയില്ലേ? ഈ ലൈന് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അതുപോലെ ആ ലൈൻ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡയഗണൽ വരയ്ക്കണം. നോക്കൂ, ഇതാ ഡയഗണൽ. ഇതാണത്രേ എ മൈനസ് ബി. ഈ ആംഗിൾ തീറ്റയാണല്ലോ അല്ലേ? അപ്പോൾ ഈ ആംഗിൾ ആരാ? ആംഗിൾ ആരാ? ഇറ്റ് ഈസ് 90 മൈനസ് തീറ്റ. സോറി, 90 അല്ല, 180 മൈനസ് തീറ്റ. കറക്റ്റ് അല്ലേ? കാരണം ടോട്ടൽ ആംഗിൾ 180 ആയതുകൊണ്ട് ദിസ് വൺ തീറ്റയാണെങ്കിൽ റിമൈനിങ് ആംഗിൾ 180 മൈനസ് തീറ്റയല്ലേ വരിക? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എ
ദിസ് ഈസ് ബി, ദിസ് ഈസ് എ പ്ലസ് ബി. ഓൾറെഡി ഞാൻ പറഞ്ഞു ദിസ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബി. ഇനി എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ പുതിയ ഡെറിവേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അഡീഷൻ തന്നെ ഉപയോഗിക്കാം, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ്. നോക്ക്, ഇപ്പോൾ ഈ എയും മൈനസ് ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? എയും മൈനസ് ബിയും തമ്മിലുള്ള ആംഗിൾ കമോൺ നോക്ക്, തീറ്റയാണോ അതോ 180 മൈനസ് തീറ്റയാണോ? കോസ് 180 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറയാം, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് മൈനസ് കോസ് തീറ്റ. ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോസ് 180 മൈനസ് തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. അപ്പം നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? നിങ്ങൾ പറയൂ. ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈസ് this is the equation. അപ്പോൾ once again I repeat, എയും ബിയും രണ്ട് വെക്ടേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ആണ് ഈ കാണുന്നത്. റിസൾട്ടൻ്റ് ഈസ് ആൾസോ എ വെക്ടർ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ നമുക്ക് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. അപ്പോൾ ഓർമ്മിക്കുക എളുപ്പമല്ലേ? സമ്മ കാണാൻ പ്ലസ് 2ab കോസ് തീറ്റ വരുമ്പോൾ, സബ്ട്രാക്ഷൻ വരുമ്പോൾ മൈനസ് 2ab കോസ് തീറ്റ വരും. അപ്പോൾ നിങ്ങളിനി പുതിയതായിട്ട് ഒന്നും പഠിക്കേണ്ട കേട്ടോ, ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെ മതി. അങ്ങനെ ഓർമ്മിക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ എന്താ കണ്ടത്? എ മൈനസ് ബി അല്ലേ കണ്ടത്? ശരിക്കും നോക്കി വെച്ചോളൂ കേട്ടോ. അതായത് എയുടെ ഡയറക്ഷൻ ഇവിടേക്ക്, ബിയുടെ ഡയറക്ഷൻ ഇവിടേക്ക്, മൈനസ് ബിയുടെ ഡയറക്ഷൻ ഇവിടേക്ക്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എ മൈനസ് ബിയുടെ ഡയറക്ഷൻ. എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ പഠിപ്പിച്ചു, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇനി ഞാൻ ബി മൈനസ് എ കാണിച്ചു തരാം. ബി മൈനസ് എ, ഇപ്പോൾ നമ്മൾ എ മൈനസ് ബിയിലേ കണ്ടത് ബി മൈനസ് എ. ബി മൈനസ് എ ആണ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നോക്കാം, സോറി, ബി മൈനസ് എ വേണം നമുക്ക്. ബി മൈനസ് എ, എ മൈനസ് ബി കണ്ടു, ഇനി ബി മൈനസ് എ എടുക്കാം. നോക്കൂ, ബി മൈനസ് എ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ബി എന്ന് പറഞ്ഞ വെക്ടർ അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്യണം. ഇതാ ബി, ചേഞ്ച് ഇല്ല. എ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മളിതാ അങ്ങോട്ടായിരുന്നല്ലോ, അയാളെ റിവേഴ്സ് ചെയ്യണം. അതായത് ആരെയാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അയാളുടെ നെഗറ്റീവ് വെക്ടർ എടുക്കണം, നെഗറ്റീവ് എ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബി മൈനസ് എ കാണാൻ പറഞ്ഞാൽ ബി നിങ്ങൾ അതുപോലെ തന്നെ വരയ്ക്കണം. എയുടെ നെഗറ്റീവ് വെക്ടർ എടുക്കണം. സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കണം. നോക്കൂ, ഡയഗണൽ വരച്ചു. ഇതാരാ? ഇറ്റ് ഈസ് വെക്ടർ ബി മൈനസ് വെക്ടർ എ, വെക്ടർ ബി മൈനസ് വെക്ടർ എ. നിങ്ങൾ നേരത്തെ ഫിഗർ ഒന്ന് ബാക്ക് അടിച്ച് നോക്കണം കേട്ടോ. ബാക്ക് അടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എ മൈനസ് ബിയുടെ ഡയറക്ഷൻ നമ്മൾ ഇവിടേക്കാണ് കണ്ടുപിടിച്ചത്, ബി മൈനസ് നേരെ ബാക്കിലോട്ടാണ്. അല്ലോ, മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി മൈനസിയോട് ഈക്വൽ ആണോ? അല്ല. എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എ മൈനസ് ബിയുടെ ഡയറക്ഷൻ എവിടേക്കാണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ബി മൈനസ് എയുടെ ഡയറക്ഷൻ. എ മൈനസ് ബിയുടെ ഡയറക്ഷൻ മേക്സ് എൻ ആംഗിൾ 180 ഡിഗ്രി വിത്ത് ബി മൈനസ് എ. നമുക്കിനി മാഗ്നിറ്റ്യൂഡ് നോക്കാം. നിങ്ങൾ ഈ എ മൈനസ് ബിക്ക് പകരം ബി മൈനസ് ഇട്ടാൽ വെക്ടർ ബി മൈനസ് വെക്ടർ എ കൊണ്ടുവരാം നമുക്ക്. ഇപ്പോൾ എങ്ങനെ വരും റീക്വേഷൻ?
വേറെ ഒന്നും വരാനില്ല. വെക്ടർ ബി മൈനസ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഇത് എവിടെ കേട്ടോ, ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് 180 മൈനസ് തീറ്റ തന്നെയല്ലേ വീണ്ടും വരിക. എന്തുകൊണ്ടാണ് വീണ്ടും 180 മൈനസ് തീറ്റ വരുന്നത്? ഇതല്ലേ എയും ബിയും തമ്മിലുള്ള ആംഗിൾ, എയും ബിയും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാം ഈ ബാക്കിയുള്ള ആംഗിൾ വീണ്ടും 180 മൈനസ് തീറ്റ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വീണ്ടും എന്ത് തന്നെ വരും? നേരത്തെ പഠിച്ച അതേ റിസൾട്ട് തന്നെ വരും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. അപ്പോൾ ബി മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടാലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ തന്നെ വരുന്നു. ക്ലിയർ അല്ലേ? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇപ്പോൾ രണ്ടും നിങ്ങൾക്ക് ക്ലിയറായി. എ മൈനസ് ബിയുടെ വാല്യൂ കണ്ടു, ബി മൈനസ് എയുടെ വാല്യൂ കണ്ടു. രണ്ടുപേരും ഒരേ ഡയറക്ഷൻ അല്ല, എല്ലാം ക്ലിയറായി നിങ്ങൾക്ക്. നോക്കൂ, ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെക്ടർ സബ്ട്രാക്ഷനെ ബേസ് ചെയ്ത് പറയുമ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് നോട്ട് ഈക്വൽ ടു ആര്? വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഡൗട്ടില്ലല്ലോ? ഈക്വൽ അല്ല. സമ്മും സബ്ട്രാക്ഷനും സെയിം അല്ലല്ലോ. എയും ബിയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് അല്ലല്ലോ എയിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ കിട്ടുക. മാഗ്നിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്, ഡയറക്ഷനും ഡിഫറൻ്റ് ആണ്. ദെൻ അടുത്തത് പറയാം, എ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ശരിയാണോ? ആണോ? അപ്പോൾ സാറല്ലേ പറഞ്ഞത് എ മൈനസ് ബിയുടെ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് 2ab കോസ് തീറ്റ. രണ്ടാമത് ചെയ്തപ്പോഴും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. അതെങ്ങനെ ശരിയാവും? മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. അതായത് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ബി മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡ്. ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. എ മൈനസ് ബി ഈസ് ഓപ്പോസിറ്റ് ടു ബി മൈനസ് എ, ബട്ട് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. ഇപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നിങ്ങളോട് എയിൽ നിന്ന് ബി ആണോ അതോ ബിയിൽ നിന്ന് എ ആണോ സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ ഇഷ്യൂ മനസ്സിലായില്ലേ? ഡയറക്ഷൻ ഡിഫറൻ്റ് ആയി പോവും. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാനും പഠിച്ചു, അതുപോലെ സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തിരുന്നു. ഇനി നമുക്ക് സബ്ട്രാക്ഷനും പഠിച്ചത് കാരണം കുറച്ചുകൂടെ ടഫായ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ഡയറക്ഷനും കൂടെ കാണും, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും കൂടെ നമ്മൾ കാണും കേട്ടോ. വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഒന്നുമില്ല, സിമ്പിൾ. തന്നിരിക്കുന്നത് നോക്കൂ. വെക്ടർ എ ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. അങ്ങനെയാണെങ്കിൽ എയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോ വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 5. സിമ്പിൾ ക്വസ്റ്റ്യൻ, 5. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ കേട്ടോ. ഗ്രാഫിക്കലി നമ്മൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ദെൻ ഈ വെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് ആരാ? നോക്കൂ, എക്സ് കമ്പോണൻ്റ് ആരാ? 3i ക്യാപ് അല്ലേ. അപ്പോൾ ഞാൻ അത് മാത്രം മാർക്ക് ചെയ്തു, 3i ക്യാപ്. അതായത് ഇവിടെ വെക്ടർ എക്സ് ഈക്വൽ ടു 3i ക്യാപ്പാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലോ കുറച്ചും കൂടെ ലെങ്ത് കൂട്ടി വരയ്ക്കണം, കാരണം അത് 4 ഉണ്ടോ, 4j ക്യാപ്പ് അല്ലേ. അതെങ്ങനെയാണ് വൈ ഡയറക്ഷനാണെന്ന് മനസ്സിലായത്? കണ്ടോ, ഇവിടെ j ക്യാപ്പ് ഉണ്ടല്ലോ കൂടെ. അപ്പോൾ വെക്ടർ y ഈസ് ഈക്വൽ ടു 4j ക്യാപ്പ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് വരയ്ക്കുന്നു? നിങ്ങൾ ഇതാ ഡയഗണൽ വരച്ചു. ഇതാരാ? ഇയാളെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. അതായത് അയാളെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് വിളിച്ചത്. റിസൾട്ടൻറ്റിൻ്റെ കമ്പോണൻറ്റുകളാണ് 3i ക്യാപ്പും 4j ക്യാപ്പും. ഇനി നിങ്ങളോട് ഈ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ പറയും. നിങ്ങൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ്, അതായത് നമ്മുടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി.
റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് അടുത്ത ടൈം എടുക്കേണ്ട എന്താ കാരണം അറിയോ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു കോസ് 90 എന്ന് വരും. എന്തുകൊണ്ടാണ് കോസ് 90? കോസ് 90 വരാനുള്ള കാരണം ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എന്തായതുകൊണ്ടാണ് 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. ഐ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ജെ വൈ ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു 5 എന്ന് കിട്ടുന്നു. ഇത് തന്നെയല്ലേ ഇത്? മനസ്സിലായല്ലോ? അപ്പോൾ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇവിടേക്കാണ്. അയാളുടെ എക്സ് കമ്പോണൻ്റ് ആണ് 3i ക്യാപ്പ്, അയാളുടെ വൈ കമ്പോണൻ്റ് ആണ് 4j ക്യാപ്പ്. അപ്പോൾ ഈ 3 എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? 3 ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എക്സ് കമ്പോണൻറ്റ്. അതിന് ഐ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവൻ വെക്ടറായി. അപ്പോൾ 4j ക്യാപ്പിലെ 4 ആരാ? 4 ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ അലോങ് വൈ ആക്സിസ്. വെക്ടർ 4j ക്യാപ്പാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 4. അതുപോലെ തന്നെ വാട്ട് ഈസ് റിസൾട്ടൻറ്റ്? റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 എന്ന് പറയരുത്, തെറ്റാ. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ പറയാൻ പാടുള്ളൂ? റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് എന്നേ പറയാവൂ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 5. അതായത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത് 3 മീറ്ററും ഈ ലെങ്ത് 4 മീറ്ററും ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. അതാണ് മീനിങ്. ഓക്കെ, ഡയറക്ഷൻ കാണാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ടാൻ തീറ്റ സ്ലോപ്പ് നോക്കും. ഇൻ ദ എബവ് പ്രോബ്ലം ഇഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ വിത്ത് എക്സ് ആക്സിസ് തീറ്റ ദെൻ ടാൻ തീറ്റ ഈസ് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഇയാളാണ് എക്സ് ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ്. കഴിഞ്ഞ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതാണ് y ഈസ് ഈക്വൽ ടു 4j ക്യാപ്പ്. അയ്യോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ വെക്ടർ എക്സ് എന്ന് ഇടണം, കാരണം ഐ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ y ഈസ് ഈക്വൽ ടു 4j ക്യാപ്പ്. ഇനി നിങ്ങളിത് രണ്ടും കൂടെ ചേർത്ത് എന്ത് കംപ്ലീറ്റ് ചെയ്യും? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കും? ഡയഗണൽ വരയ്ക്കും. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് ആർ ഈക്വൽ എന്താ കിട്ടിയത്? ആർ ഈക്വൽ ടു നമുക്കറിയാം 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ 5. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതല്ലേ? ഈ പ്രോബ്ലത്തിൽ ഈ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ വിത്ത് എക്സ് ആക്സിസ്. ഈ പ്രോബ്ലത്തിൽ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? വെക്ടർ എ ആണ് കേട്ടോ. കാരണം ഇൻ ദ പ്രോബ്ലം ഇഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ വിത്ത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് കാരണം റിസൾട്ടൻ്റ് തന്നെയാണ് എ. നമ്മുടെ ആവശ്യം എന്താ? ഈ ആംഗിൾ കാണണം അല്ലേ? ടാൻ തീറ്റ. നോക്കൂ, അതിപ്പോൾ ടാൻ തീറ്റ കാണാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഞാൻ പഠിപ്പിച്ച കാര്യം തന്നെ ഉള്ളൂ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4j ക്യാപ്പ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3i ക്യാപ്പ്. ഇപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു j ക്യാപ്പ് ബൈ ഐ ക്യാപ്പ്. അതെന്താ j ക്യാപ്പ് ബൈ ഐ ക്യാപ്പ്? പറയൂ, j ക്യാപ്പ് ബൈ ഐ ക്യാപ്പ് അറിയോ? എനിക്കും അറിയില്ല, കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ എഴുതിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ദിസ് മെത്തേഡ് ഈസ് റോങ് കേട്ടോ. ഇങ്ങനെ എഴുതരുത് കേട്ടോ, ഇങ്ങനെ എഴുതരുത്. അതായത് സിംപ്ലി ടാൻ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് സൈഡ് 4 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് സൈഡ് 3. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ 4/3. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3. അപ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്തെടുക്കേണ്ട കാര്യമില്ല? ജെ ക്യാപ്പും ഐ ക്യാപ്പും എടുക്കേണ്ട കാര്യമില്ല. കാരണം വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പിച്ചല്ലോ കൺസെപ്റ്റ് അല്ലേ? തെറ്റിപ്പോരുതേ കേട്ടോ. ഗിവൺ വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. വെക്ടർ ബി ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് മൈനസ് j ക്യാപ്പ് മൈനസ് 2 ക്യാപ്പ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കൂ നിങ്ങൾ. വെക്ടർ എ തന്നിട്ടുണ്ട്. വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് അല്ലേ? ദെൻ വെക്ടർ ബിയോ? വെക്ടർ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ്.
ആണല്ലോ. ഇനി വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ആക്ച്വലി നമ്മൾ 2 ഡയമെൻഷനാണ്, പക്ഷേ ഈ പ്രോബ്ലത്തിൽ 3 ഡയമെൻഷനലി പറഞ്ഞിട്ടുണ്ട്. 4K 2K കണ്ടോ നിങ്ങൾ, 3 ഡയമെൻഷൻ. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രോബ്ലം ചെയ്യാൻ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യണം. 2i + 2i 4i cap 3j - j + 2j cap അല്ലേ, 3 - 1 2 + 4 - 2 2k cap. ഒന്നുമില്ല, സാധാരണ ആഡ് ചെയ്യുന്ന പോലെ 2i cap + 2i cap ആഡ് ചെയ്യാം, 3j cap + j cap ആഡ് ചെയ്യാം, 4k cap ലൈക്ക് ടേമുകളെ ആഡ് ചെയ്യാം നമുക്ക് കേട്ടോ. പക്ഷേ നമ്മളോട് കാണാൻ പറഞ്ഞത് a + b ആണോ? ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ദിസ് a + b ഈസ് കാൾഡ് റിസൾട്ടൻറ്റ്. വാട്ട് ഈസ് ഇറ്റ്? റിസൾട്ടൻറ്റ്. ദെൻ നമ്മളോട് ചോദിച്ചത് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം റിസൾട്ടൻറ്റ് കണ്ടതിന് ശേഷം അതിനെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. യു റീഡ് ഇറ്റ് ആസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, നിങ്ങൾ 2 വെക്ടർ വന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 ആണ്, ഇത് 4 ആണെന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ റിസൾട്ടൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് √3² + 4² നമ്മൾ 5 എന്നല്ലേ പഠിപ്പിച്ചത്. ഇനി ആ 5മായി പെർപെൻഡിക്കുലറായിട്ട് ഒരാൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സേ 2 പുറത്തോട്ടുണ്ട്, 2 ഇങ്ങോട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ 5 എന്ന് പറയുന്ന നമ്പറും അതുപോലെ ഇങ്ങോട്ടുള്ള 2 എന്ന് പറഞ്ഞ ആളും തമ്മിലുള്ള ആംഗിൾ വീണ്ടും 90 ഡിഗ്രി തന്നെയല്ലേ വരിക? നോക്കണേ, അതായത് നിങ്ങൾ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ ഈ ലൈനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ വീണ്ടും 90 ഡിഗ്രിയാണ്. അതായത് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നിങ്ങൾ √ എന്തെടുത്താൽ മതി? 4² + 2² + 2². ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ പറയൂ എന്തായിരിക്കും? √16 + 4 + 4 ദാറ്റ് ഈസ് √24. ഓപ്ഷൻ ഉണ്ടോ? √24. യെസ് ഉണ്ട്. സോ നിങ്ങളുടെ ആൻസർ ഏതാ? √24 കേട്ടോ. പറയേണ്ട കാര്യം, ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, ജെയും കെയും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം 2 പേര് ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ആ കിട്ടുന്നതുമായിട്ട് വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ. യെസ്, കഴിഞ്ഞതിൽ നമ്മൾ റിസൾട്ടൻ്റ് എടുത്തു അല്ലേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇൻ ദ എബവ് പ്രോബ്ലം a - b. In the above problem, a is 2i cap + 3j cap + 4k cap. b is equal to 2i cap - j cap - 2k cap. അങ്ങനെയാണെങ്കിൽ a - bയുടെ വാല്യൂ എന്ത് വരും? നിങ്ങൾ പറയൂ. വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്താ കിട്ടുക? 2i - 2i 0 പ്ലസ് 3j - j ദാറ്റ് ഈസ് 4j cap. 3 - 1 ശരിയല്ലേ? ദെൻ 4k cap - 2k cap. 4 - 2 6k cap. അപ്പോൾ a - bയുടെ വാല്യൂ എന്തായിരിക്കും? a - b ഈസ് ഈക്വൽ ടു 4j cap പ്ലസ് 6k cap. ഇനി എന്താ കാണേണ്ടത്? നിങ്ങളോട് ഇത് a - bയുടെ ആ വാല്യൂ ആണ്, അതായത് വെക്ടർ a - വെക്ടർ ബി ആണ്. നിങ്ങളോട് ചോദിച്ചത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വെക്ടർ a - ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് അല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? 4² + 6² - 2 × 4 × 6 × cos 90. എന്തുകൊണ്ടാണ് cos 90? ജെയും കെയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? വീണ്ടും പൈതഗോറസ് തിയറം. അപ്പോൾ ഈ ടേം എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ എഴുതിയതാണ്. കാരണം ജെയും കെയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √4² 16 16 + 6² 36. ലാസ്റ്റ് ടൈം ഇല്ലല്ലോ, 0 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √36 + 16 ദാറ്റ് ഈസ് √52. √52. യെസ്, ഓപ്ഷൻ ഉണ്ട്. നോക്കൂ ഓപ്ഷൻ എന്താ? ഇപ്പോൾ a + bയുടെ മാഗ്നിറ്റ്യൂഡും a - bയുടെ മാഗ്നിറ്റ്യൂഡും സെയിം അല്ല കേട്ടോ, ഡയറക്ഷനും സെയിം അല്ല.
യെസ്, അഡീഷൻ തന്നെയാണ് കൺസെപ്റ്റ്. പക്ഷെ കുറച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഗിവൺ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ 0. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. ഒന്ന് പറയൂ, എന്താ കണ്ടീഷൻ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി, 3 വെക്ടറും കൂടെ ആഡ് ചെയ്താൽ 0 വരണം. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2 എന്താ നോക്കൂ. ഇപ്പോൾ കണ്ടീഷൻ നമ്പർ 1 പറഞ്ഞു, കണ്ടീഷൻ നമ്പർ 2 നോക്കൂ. എന്താ കണ്ടീഷൻ നമ്പർ 2? എ ഈക്വൽ ടു സി ഈക്വൽ ടു ബി, അതായത് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. വെക്ടർ സിമ്പിൾ ഇടാതെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ 3 പേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്നാണ് മീനിങ്. അപ്പം 3 വെക്ടറും ഈക്വൽ ആണ്. എങ്ങനെ? മാഗ്നിറ്റ്യൂഡ് മാത്രം. എയും ബിയും സിയും കൂടെ ആഡ് ചെയ്താൽ 0 വരണം. പല പല പോസിബിലിറ്റീസ് നോക്കാം കേട്ടോ. ഇതാ, എ ഇങ്ങോട്ടാന്ന് വിചാരിച്ചോളൂ, ബി തിരിച്ചാന്ന് വിചാരിച്ചോളൂ. 2 ഈക്വൽ ആയത് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഉള്ള വാല്യൂ 0 അല്ലേ വരും. എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. പക്ഷേ ഇനി ഒരു സി കൂടെ ഉണ്ട്. അപ്പോൾ അതാ സി അങ്ങോട്ടാന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മെല്ലാം കൂടെ സി അല്ലേ വരിക. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു വെക്ടർ അങ്ങോട്ട്, ഒരു വെക്ടർ തിരിച്ച്, മൂന്നാമത്തത് അങ്ങോട്ട്, അങ്ങനെ ആയാൽ റിസൾട്ടൻറ്റ് 0 വരില്ല. അപ്പോൾ 3 വെക്ടറും ഒരേ ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ ഒന്നും അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഈ കേസിൽ തന്നെ എ ഇങ്ങോട്ട്, ബി ഇങ്ങോട്ട്, സി ഇങ്ങോട്ട് പറ്റുമോ? ഇല്ലല്ലോ. കാരണം എയും ബിയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണമെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്? 0 കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഡയറക്ഷനിൽ പോയാൽ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇതിൽ ഒരെണ്ണം മാത്രം റിവേഴ്സ് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. കാരണം ഈ എയും ബിയും കൂടെ ക്യാൻസലായി പോയും ഒരാൾ ബാക്കി നിൽക്കുകയും ചെയ്യും. അപ്പം അതും പറ്റില്ല. പിന്നെ ഇപ്പം എന്താ ഒരു മാർഗം? കണ്ടീഷൻ ഇതാണ്, 3 പേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, 3 കൂടെ ആഡ് ചെയ്താൽ 0 വരണം. ഞാൻ പറഞ്ഞുതരാം കണ്ടീഷൻ എന്താണ്. നോക്കൂ, ഇതാണ് കണ്ടീഷൻ. എ ഇങ്ങോട്ട്, ഓക്കെ, ബി ഇതാ ഇങ്ങോട്ട്, സി ഇതാ ഇങ്ങോട്ട്. ശരിയാവോ? നോക്കൂ, എ പ്ലസ് ബി പ്ലസ് സി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചു വരണം. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലോട്ട് തിരിച്ചു വരണം. എന്തുകൊണ്ടാണ് ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയത്? ഇയാളുടെ മാഗ്നിറ്റ്യൂഡും ഇയാളുടെ മാഗ്നിറ്റ്യൂഡും ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ എന്ന് പറയുന്ന മീനിങ് 3 സൈഡുകളുടെയും ലെങ്ത് ഈക്വൽ അല്ലേ? എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് എയും ബിയും സിയും ഈക്വൽ അല്ലാത്തത്? ഡയറക്ഷൻ ഡിഫറൻറ്റാണ്. എ ഇങ്ങോട്ട്, ബി ഇങ്ങോട്ട്, ഇതാ സി ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി 0 ആവണം. അതിൽ എയും ബിയും സിയും ഈക്വൽ ആവുകയും വേണം, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ദ 3 സൈഡ്സ് മസ്റ്റ് ഫോം ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതൊരു പ്ലെയിനിലായിരിക്കണമല്ലോ. ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിൽ ഒരു പ്ലെയിൻ വേണ്ടേ? ഓക്കെ, അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളോട് എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? കുട്ടികൾക്ക് വരുന്നൊരു മിസ്കൺസെപ്റ്റ് പറഞ്ഞുതരാം. ദ എ, ഇതാ ബി, ഇതാണ് ആംഗിൾ എന്ന് പറയും. ഇത് റോങ്. കാരണം നോക്കൂ, എയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങോട്ടല്ലേ പോകുന്നത്. കണ്ടോ, എ അങ്ങോട്ടല്ലേ, ആരോ മാർക്ക് നോക്കൂ. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോ മാർക്ക് ഉണ്ടോ? ഇവിടെയാണ്. ഈ ആരോ മാർക്ക് ഇതാ ഇവിടേക്കാണ് നിൽക്കുന്നത്. ഇവിടെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആരോ മാർക്കുകൾ തമ്മിലുള്ള ആംഗിളാണ് കിട്ടുന്നത്. അതായത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഇതാണ്, തീറ്റ എ ബി. ഈ ആംഗിൾ നിങ്ങൾക്ക് അറിയാം എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ 3 ആംഗിളുകളും 60 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബിയുടെ വാല്യൂ 180 മൈനസ് 60, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഇമ്പോർട്ടൻറ്റ്, 120 ഡിഗ്രി. ഇനി അതുപോലെ ബിയുടെ ആരോ മാർക്കുണ്ട്. ബി ഇതാ ഇവിടേക്കാണ്. ദാ സി ആരോ മാർക്കുണ്ട് ഇവിടേക്ക്, സി താഴേക്കാണ്. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. നമുക്ക് ആവശ്യം ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെ? ബി ആൻഡ് സി. സോ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഇറ്റ് ഈസ് എഗെയിൻ 120 ഡിഗ്രി. എന്തുകൊണ്ടാണ് 120 ഡിഗ്രി? ഇത് 60 ആയതുകൊണ്ട്. കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി വേണം അല്ലേ? എയുടെ ഡയറക്ഷൻ ഇവിടേക്കാണ്, സിയുടെ ഡയറക്ഷൻ ആരോ മാർക്ക് നോക്കി താഴേക്കാണ്. അങ്ങനെ ഈ ആംഗിളിലെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, ഇറ്റ് ഈസ് എഗെയിൻ 120 ഡിഗ്രി. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ? 120, 120, 120. ഓപ്ഷൻ
ഓക്കെ. ഇവിടെ കുട്ടികൾ സാധാരണ വരുന്ന ഒരു മിസ്റ്റേക്കാണ് 60 60 60 എന്ന് എഴുതും. ഇത് എന്ന് എഴുതും. റോങ്. നോക്കുക, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരോ മാർക്കുകൾ തമ്മിലുള്ള ആംഗിളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരിക്കലും ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ അല്ല. ലൈനിൻ്റെ ആരോ മാർക്സ് തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. പിന്നെ എയും ബിയും സിയും കൂടെ ആഡ് ചെയ്താൽ വെക്ടോറിയൽ ആഡ് ചെയ്താൽ 0 വരണം. എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും സിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണം. അങ്ങനെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ. ഇറ്റ് ഷുഡ് ഫോം എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ക്ലിയർ ആണെങ്കിൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ആൻഡ് സി, ബി ആൻഡ് സി. നോക്കാം. നേരത്തെ വരച്ച പോലെ നമുക്ക് വീണ്ടും വരയ്ക്കാം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി. എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോളൂ, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോളൂ. എയും ബിയും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി. രണ്ട് രീതി പറയാട്ടോ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൈനസ് വെക്ടർ സി ഈക്വൽ ടു 0. കാരണം സി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുത്തു. അപ്പോൾ എയും ബിയും ആൻറ്റി ക്ലോക്ക് വൈസ് സെറ്റ് ചെയ്തെങ്കിൽ സി ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യണം ആണല്ലോ. എന്തുകൊണ്ടാണ് തിരിച്ച് സെറ്റ് ചെയ്തത്? മൈനസ് ആണ്. ഇനി അതിനേക്കാളും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. എയും ബിയും ആഡ് ചെയ്താൽ സി കിട്ടും. അതാ നോക്കൂ, എ പ്ലസ് ബി ഈക്വൽ സി, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ വെക്ടർ സി. ഇവിടെ എന്തുകൊണ്ടാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയത്? ഇതാ നോക്കൂ, ഗിവൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രോബ്ലത്തിലേക്ക് വരാം. ഇതാ എയുടെ ഡയറക്ഷൻ, എയുടെ ഡയറക്ഷൻ. ഇതാ ബിയുടെ ഡയറക്ഷൻ. ഈ ആംഗിൾ 60 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിളും 60 ഡിഗ്രിയാണ്, ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ഓക്കെ, കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ സൈഡും ഈ സൈഡ് ഈക്വലാണ്. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എയും ബിയും മൈനസ് സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരെയും വേണം. അതായത് എയും ബിയും മൈനസ് സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 വരണം. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഇതാ എയുടെ ഡയറക്ഷൻ, ഇതാ ബിയുടെ ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് അഗെയിൻ 120 ഡിഗ്രി. 180 മൈനസ് 60 120 ഡിഗ്രി. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി, ഇതാ ബി ഇങ്ങോട്ട് സി ഇങ്ങോട്ട്. ഓ മാറി കണ്ടോ, ബിയുടെ ആരോ മാർക്ക് ഇതാ, സിയുടെ ആരോ മാർക്ക് ഇതാ. ഈ ആരോ മാർക്കുകൾ തമ്മിലുള്ള ആംഗിൾ നോക്കൂ. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 60 ഡിഗ്രി അല്ലേ? So angle between, in this problem, angle between A and B is 120 degree. ഇതാ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി 120 അല്ല 60 ഡിഗ്രിയാണ്. ഉണ്ടോ? ഇനി ആംഗിൾ ബിറ്റ്വീൻ ഒരെണ്ണം കൂടെ കാണാനുണ്ട്, എ ആൻഡ് സി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി എവിടെ? ഇതാണ് എയുടെ ഡയറക്ഷൻ. ആരോ മാർക്ക് നോക്കൂ. സിയുടെ ഡയറക്ഷൻ ഇതാ ഇവിടേക്കാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ ആംഗിൾ? ഓ, അപ്പോൾ ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുമ്പോൾ ഇതിന് ഇൻസൈഡ് ആംഗിൾ തന്നെയാണ്, പുറത്ത് വരയ്ക്കേണ്ട കാര്യമില്ല. 60 ഡിഗ്രി. അപ്പോൾ നിങ്ങളുടെ ആൻസർ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി 120, എ ആൻഡ് സി 60, ബി ആൻഡ് സി 60. അപ്പോൾ 120 60 60 അതാണ് ആൻസർ. യെസ്, അവർ ഓപ്ഷൻ. ഓക്കെ, ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അവിടെ 120 120 120 ആയിരുന്നു. 3 പേരും ഈക്വലാണ്. 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. ഇവിടെ 3 പേരും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, പക്ഷേ എയും ബിയും കൂടെ ആഡ് ചെയ്താൽ സി വരണം. ആംഗിൾ മാറിയത് കണ്ടോ? ലാസ്റ്റ് ചെയ്ത 2 പ്രോബ്ലംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സിമിലാരിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ വളരെ സിമ്പിളാണ്. നോക്കൂ, തന്നിരിക്കുന്ന കണ്ടീഷൻ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, ഓർ വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൈനസ് വെക്ടർ സി ഈക്വൽ ടു 0. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 സ്ക്വയർ, എക്സാമ്പിൾ ആട്ടോ, അങ്ങനെ തന്നിട്ടൊന്നുമില്ല, എക്സാമ്പിളാണ്. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 സ്ക്വയർ, പൈതഗോറസ് തിയറം. അപ്പോഴേ ആൻസറായി. ഒന്ന് ഗസ് ചെയ്യൂ, നിങ്ങൾ ഗസ് ചെയ്യൂ.
Angle between 3 and 4. Angle between 3 and 4 is 90 degree. ഓക്കെ, ആ സിറ്റുവേഷൻ ഞാനൊന്ന് വരച്ചു തരണോ നിങ്ങൾക്ക്? നോക്കൂ, പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, ട്രയാങ്കിൾ മെത്തേഡ്. ശരിയല്ലേ? എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0ലേക്ക് തിരിച്ചെത്തി. അല്ലെങ്കിൽ എങ്ങനെ പറയാം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, ട്രയാങ്കിൾ മെത്തേഡ്. ഈ പ്രോബ്ലത്തിൽ എന്താ കാണാൻ പറഞ്ഞത്? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെ ആരോ മാർക്ക് കണ്ടോ നിങ്ങൾ? എയുടെ ആരോ മാർക്ക്, ഇതാ ബിയുടെ ആരോ മാർക്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ ഇതല്ലേ 90 ഡിഗ്രി. സോ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 90 ഡിഗ്രി. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ചോദിക്കാം നിങ്ങളോട്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി? കണ്ടോ, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി, ബി സി. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി. കണ്ടോ ഈ ആംഗിൾ. അപ്പോൾ എ ആൻഡ് സി തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ ഈ ആരോ മാർക്കും ഈ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിൾ. നമ്മളോട് അതൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഈ ആംഗിൾ 90 ആണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഈ സിയുടെയും എയുടെയൊക്കെ വാല്യൂ അറിയാമെങ്കിൽ. ആ പ്രോബ്ലം ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ആൻസർ എന്താ? ഇതിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ വരണമെങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇറ്റ് ഈസ് പൈതഗോറസ് തിയറം. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ. അതിൽ എ ബി സി വാല്യൂസ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? അതാ വാല്യൂസ് തന്നുകൊണ്ടുള്ള ഒരു പ്രോബ്ലം. നോക്കൂ, എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 4, സി ഈക്വൽ ടു 5. ആക്ച്വലി അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ എഴുതാൻ പാടില്ല ശരിക്കും. എങ്ങനെ അറിയാം എഴുതാൻ പാടുള്ളൂ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു 3, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു 4, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഈസ് ഈക്വൽ ടു 5. കാരണം അല്ലെങ്കിൽ ഈ 3യുടെ കൂടെ അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇടണമായിരുന്നു. യൂണിറ്റ് വെക്ടർ ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാഗ്നിറ്റ്യൂഡാണ്. മറ്റത് കറക്റ്റാണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, ദെൻ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ആൻഡ് സി, ബി ആൻഡ് സി. ഓക്കെ, തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കൂ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി, ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിക്കാം. ഓർ വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൈനസ് വെക്ടർ സി ഈക്വൽ ടു 0. പിന്നൊരു കണ്ടീഷൻ നോക്കൂ. എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ 5 ആണ്. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഇട്ടിരുന്നു 3ഉം 4ഉം 5ഉം. നമുക്കറിയാം 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണ്. അതായത് ഈ പ്രോബ്ലത്തിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ എന്ത് വരുന്നുണ്ട്? സി സ്ക്വയർ എന്ന് വരുന്നുണ്ട്. ശരിയല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ സി സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രോബ്ലത്തിലേക്ക് വരാം. നോക്കൂ, എ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാ എ എന്ന് പറഞ്ഞ വെക്ടർ. പിന്നെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എയുടെ മാഗ്നിറ്റ്യൂഡ്, കാരണം വെക്ടർ വരയ്ക്കുമ്പോൾ ആരോ മാർക്ക് ഇടുന്ന കാര്യം വെക്ടർ എന്ന് എഴുതാം കേട്ടോ. എയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയാം. എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3. ബിയുടെ മാഗ്നിറ്റ്യൂഡോ? വെക്ടർ ബി ഈക്വൽ ടു 4, മാഗ്നിറ്റ്യൂഡ് 4 ഈക്വൽ ടു വെക്ടർ സി. ഇതാ വെക്ടർ സി വരച്ചു, വെക്ടർ സി അത് 5. അപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. 3, 4, 5 ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ ആംഗിൾ ക്ലിയർ ആണ്. എത്ര ഡിഗ്രി അത്? 90 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 90 ഡിഗ്രി. ഇനി അതുപോലെ ഇതാ ബി, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി. കാണാണ്ടല്ലോ അല്ലേ? നിങ്ങൾ മാർക്ക് ചെയ്യണോ? ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, അതുപോലെ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റിന് ആൻസറായി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഇതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 90 ഡിഗ്രി, 90.
ഇവിടെ 90, ഇവിടെ 90, എല്ലാം 90 ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി 90 ഡിഗ്രി. ഇനി വേറെ രണ്ടെണ്ണം കാണാനുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി. ഇതാണല്ലോ എ, ഇതാണല്ലോ സി. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി വേണം നമുക്ക്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ത് ചെയ്യാം? നമുക്കെല്ലാം അറിയാം. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്കറിയുന്ന സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എ സി ഈക്വൽ ടു ഈ ആംഗിളെ സൈൻ തീറ്റ എ സി ഈക്വൽ ടു സൈൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് 4 ബൈ opposite side by hypotenuse 4/5. So sin theta AC equal to 4/5 is 0.8. So theta AC equal to sin inverse 0.8 എന്ന് എഴുതും നമ്മൾ. sin inverse 0.8 എത്ര അറിയോ നിങ്ങൾക്ക്? 4/5. sin inverse 4/5. sin 0.5 വന്നാൽ നമുക്കറിയാലോ 30 ഡിഗ്രി ആണെന്ന്. 30 ഡിഗ്രി. 0.5 ആണെങ്കിൽ 30 ഡിഗ്രിയാണ്. ഇത് 0.8 ആണ്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തായാലും 30ക്ക് അടുത്തുള്ള ആംഗിൾ അല്ല. 30 അല്ല. 37 ഉണ്ട്, 53 ഉണ്ട്, 45 ഉണ്ട്, 60 ഉണ്ട്. 60 അല്ല. അപ്പോൾ അത് 53 ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം അവസാനം ഒന്നുകൂടെ കേട്ടോ. 53. അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടി. ഇത് തീറ്റ ബി സി ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ബി സി തന്നെയാണ്. കാരണം നോക്കൂ, ഈ ആംഗിൾ സെയിം അല്ലേ? അപ്പോൾ തീറ്റ ബി സി കിട്ടാൻ ഇനി എന്ത് ചെയ്താൽ മതി? തീറ്റ ബി സി ഈക്വൽ ടു ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ഇതും കൂടെ ആഡ് ചെയ്താൽ 180 വരണം നമുക്കറിയാം. ഇതിൽ 90 ആയി പോയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 90 കിട്ടണ്ടേ? അപ്പോൾ പിന്നെ തീറ്റ ബി സി ഈക്വൽ ടു 90 മൈനസ് 53 എടുത്താൽ പോരെ. സോ തീറ്റ ബി സി ഈസ് ഈക്വൽ ടു 37 ഡിഗ്രി. ഓക്കെ, 37 ഡിഗ്രി. ഇപ്പം നമ്മുടെ ആൻസറായി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? 90 ഡിഗ്രി. പൈത്തഗോറസ് തിയറം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി? ഇറ്റ് ഈസ് 53 ഡിഗ്രി. സൈൻ ഇൻവേഴ്സ് 0.8 കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി 37 ഡിഗ്രി. അപ്പോൾ ആൻസർ 90, 53, 37. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബി. അപ്പോൾ നീ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. 3, 4, 5 ട്രയാങ്കിളിൽ ഒരാംഗിൾ ഉറപ്പാണ് 90. ഒരെണ്ണം 53 ആയാൽ മറ്റത് 37. നമുക്ക് ഇനി പല പ്രോബ്ലങ്ങളിലും നമുക്കിത് ആവശ്യം വരാറുണ്ട്. 3, 4, 5 ട്രയാങ്കിൾ 90, 37, 53. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? അഡീഷനെയും സബ്ട്രാക്ഷനെയും ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ്, മാത്തമാറ്റിക്സുമായി ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ അപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതായത് നമ്മുടെ റെയിൻ പ്രോബ്ലം, അങ്ങനെയൊക്കെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. റിവർ ക്രോസിംഗ് പ്രോബ്ലം, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് തറവാക്കൂ. അതായത് നമ്മുടെ ഈ മാത്തമാറ്റിക്സ് ഒന്ന് തറവാക്കൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് അപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.